എല്ലാ ദിവസവും ഒരുപാട് ചെറുപ്പക്കാർ ട്രൈഗ്ലിസറൈഡ് കൂടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഈ ഒരു പ്രത്യേക കൊളസ്ട്രോൾ നമ്മുടെ രക്തധമനികളെയും ഹാർട്ടിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ മരുന്ന് ഉപയോഗിക്കാറില്ല. ട്രൈഗ്ലിസറൈഡ് എങ്ങനെ വെറും 3 മാസം കൊണ്ട് കുറയ്ക്കാമെന്നുള്ളതും അതിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് നോക്കാം. എന്താണ് ട്രൈഗ്ലിസറൈഡ്? നമ്മുടെ ശരീരത്തിലെത്തുന്ന എനർജിയെ ശരീരം ഭാവിയിലേക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കുന്നത് ട്രൈഗ്ലിസറൈഡിന്റെ രൂപത്തിലാണ്. ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്തും വിശന്നിരിക്കുന്ന സമയത്തൊക്കെ ഈ ട്രൈഗ്ലിസറൈഡിനെ ഉപയോഗിച്ചിട്ടാണ് ശരീരം ആവശ്യങ്ങൾ നിർവഹിക്കുക. ട്രൈഗ്ലിസറൈഡ് കൂടിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ സ്മോൾ ഡെൻസ് LDL എന്ന് പറയുന്ന വല്ലാത്ത ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയാണ്. നല്ല കൊളസ്ട്രോൾ കുറയാണ്, ശരീരമൊട്ടാകെ നീർക്കെട്ട് ബാധിക്കുകയാണ്. ട്രൈഗ്ലിസറൈഡ് കൂടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അകത്ത് ചെല്ലുന്നതാണ്. പഞ്ചസാര, അരി ഭക്ഷണം, ബ്രെഡ്, ബേക്കറി പദാർത്ഥങ്ങൾ, സ്നാക്സ്, ചിപ്സ്. രണ്ടാമത്തത് ഫ്രക്ടോസ് കൂടുതൽ ഉള്ളിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും പ്രോസസ്ഡ് ഫുഡിൽ, ജ്യൂസുകളിൽ, സോഡ, സോഫ്റ്റ് ഡ്രിങ്ക്സ്. മൂന്നാമത്തത് മദ്യപാനം. നാലാമത്തത് നല്ല ഭക്ഷണം തന്നെ അമിതമായിട്ട് കഴിക്കുകയാണെങ്കിലും ട്രൈഗ്ലിസറൈഡ് കൂടും. അഞ്ചാമത്തത് വെറുതെ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക്. ആറാമത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കും പ്രമേഹ രോഗമുള്ളവർക്കും. ഏഴാമത്തത് കുടവയറും അമിതവണ്ണവും ഉള്ളവർക്ക്. എട്ടാമത്തത് തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർ, കിഡ്നി പ്രശ്നമുള്ളവർ. ഇനി വെറും 3 മാസം കൊണ്ട് എങ്ങനെ ഇതെല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം? ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഭക്ഷണത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്, മാറ്റമാണ്. ഇതാണ് അടിത്തറ. അതിൽ പ്രധാനം പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. വൈറ്റ് റൈസ്, ബ്രെഡ്, ബേക്കറി ഐറ്റംസ്, സ്നാക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ട്രൈഗ്ലിസറൈഡ് ആയിട്ട് മാറുന്നത് ഒഴിവാകുകയാണ്. കൊഴുപ്പ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്തത് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക, ഫൈബറിന്റെ അളവ് കൂട്ടുക. എന്ന് വെച്ചാൽ ഫിഷ്, ചിക്കന്, മുട്ട, ബീൻസ്, പയർ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക. നല്ല കൊഴുപ്പായ ഒലീവ് ഓയിൽ, അവക്കാഡോ, നട്ട്സ്, ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുക. ഫൈബർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇലക്കറികൾ, കുക്കുംബർ ഇതൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് ഏകദേശം 30% തന്നെ കുറയും. മൂന്നാമത്തെ സ്ട്രാറ്റജി omega-3 ഫാറ്റി ആസിഡിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അതിനായിട്ട് നല്ല കൊഴുപ്പുള്ള മീനുകൾ, അയല, മത്തി, കുഞ്ഞു മത്സ്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഫ്ലാക്സ് സീഡ്സ് പൊടിച്ചിട്ടും ചിയാ സീഡ്സും വാൽനട്ടൊക്കെ വെജിറ്റേറിയൻസിന് ഉപയോഗിക്കാം. ഇനി ഇത് സാധിക്കുന്നില്ലെങ്കിൽ omega-3 സപ്ലിമെന്റ്സ് ഉപയോഗിക്കാം. omega-3 ഉപയോഗിക്കുമ്പോൾ രക്തത്തിൽ നിന്നും ട്രൈഗ്ലിസറൈഡിന്റെ ക്ലിയറൻസ് കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലിവർ വളരെ കുറച്ചേ പിന്നെ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാക്കുള്ളൂ. നാലാമത്തെ ഒരു പ്രധാന സ്ട്രാറ്റജി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു 16 മണിക്കൂറോളം ഭക്ഷണം കഴിക്കാതിരിക്കുക. ബാക്കി 8 മണിക്കൂറിൽ മാത്രമേ നമ്മളെ ഫുഡ് പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ രക്തത്തിൽ നിന്നും ട്രൈഗ്ലിസറൈഡ് കൊഴിഞ്ഞു പോവാണ്, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടാണ്. രണ്ടാമത്തെ അടിത്തറ എന്ന് പറയുന്നത് എക്സർസൈസ് ആണ്. ഡെയിലി ഒരു 1/4 മണിക്കൂർ എയറോബിക് എക്സർസൈസ്, കാർഡിയോ എക്സർസൈസുകൾ, നടക്കുക, ഓടുക. അതിന് പുറമെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നല്ല മസിൽ ട്രെയിനിങ് എക്സർസൈസ് ചെയ്യുക. നല്ല ഉറക്കം വേണം. വെയിറ്റ് കൂടാതെ ശ്രദ്ധിക്കണം, വെയിറ്റ് കുറയ്ക്കണം, മദ്യം ഒഴിവാക്കണം.